Once again, welcome back. This is me, Vinny here. I'm an artist, self-taught artist എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റേതായ രീതിയിൽ ഒരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇന്നൊരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്നും വിചാരിച്ചത്. രാവിലെ തന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. രാവിലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ തലയിലും ഫേസിലും എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കഴിയുമ്പോഴത്തേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം. അത് കഴിഞ്ഞ് ലഞ്ച് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കയറിയതായിരുന്നു. ആ സമയത്താണ് ഞാൻ വെള്ളത്തിൽ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. ഇത് ഏകദേശം 3 ആഴ്ചയായി വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇപ്പോൾ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ രണ്ടും കൽപ്പിച്ച് ഞാനൊരു പരീക്ഷണം നടത്താനുള്ള പുറപ്പാടാണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെ മുളപ്പിക്കുന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടതായിരുന്നു. ഇത് മുളച്ചതിന് ശേഷം അതിൻ്റെ ആ ബ്രാഞ്ചസ് നമുക്കതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, എന്നിട്ടത് വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ അതിൽ നിന്ന് വേറൊരു പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് പോകുന്നത്. ആ കിഴങ്ങിൽ വന്നിട്ടുള്ള ബ്രാഞ്ചസ് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. എന്നിട്ടത് വീണ്ടും സെപ്പറേറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതാണ്. അതിൽ വേരുകളൊക്കെ വരുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഫ്ലോപ്പായി പോകുമായിരിക്കാം. ഞാനിപ്പോൾ വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുന്നുണ്ട്. ഈ അടുത്തായിട്ട് സ്വീറ്റ് പൊട്ടറ്റോൻ്റെ പ്ലാന്റിനോട് എനിക്കിഷ്ടം കുറച്ച് കൂടുതലാണ്. ഒന്ന് മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ബ്രാഞ്ചസൊക്കെ വലുതായിട്ട് വരും. കാര്യമായിട്ട് അങ്ങനെ മെയിൻ്റനൻസും ഇല്ല. ഇത് ഞാൻ അതിൻ്റെ ഒരു ബ്രാഞ്ച് മണ്ണിലോട്ട് നട്ടിട്ടുള്ളതാണ്. ഇതെന്താവും എന്നുള്ളത് അറിയില്ല. എന്തായാലും നോക്കാം. ഇനി സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യാൻ മടിയില്ല എന്നെ പോലുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ചെയ്തു വരുന്നതാണ്. ഇതിൽ എന്തൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 3-4 ഡേയ്സ് ഒക്കെ കേടുകൂടാണ്ട് നിന്നോളും. ഈ കാണുന്നതാണ് എൻ്റെ സെൽഫ് കെയർ റൊട്ടീനിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കുറേ നേരം മെനക്കെട്ടിട്ട് ഇങ്ങനെ സെൽഫ് കെയർ റൊട്ടീനൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. എൻ്റെ ഡ്രൈ സ്കിന്ന് മാറാനും സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവാനും ഈ ഒരു സ്ക്രബ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സ്ക്രബ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ഞാനിപ്പോൾ 1 മാസത്തിന് മേലായിട്ട് പുറത്ത് തന്നെയാണ് വെക്കുന്നത്, ഫ്രിഡ്ജിനകത്തൊന്നുമല്ല. ഇതൊന്നും കേടാവുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഒരു 2 ഡേയ്സ് ഗ്യാപ്പിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെപ്പോലെ കുറേ സമയമെടുത്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ എന്തായാലും മെൻഷൻ ചെയ്യാം. യൂസ്ഫുൾ ആവുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഗാർണിയറിൻ്റെ ഈ ഒരു ഷാമ്പുവും അതിൻ്റെ തന്നെ കണ്ടീഷണറുമാണ് ഞാനിപ്പോൾ കറൻ്റിൽ യൂസ് ചെയ്യുന്നത്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോയിലൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. വീക്ക്ലി വൺസ് ആയിരിക്കും ഞാൻ ഇതുപോലെ ഒരു മീ ടൈം കണ്ടെത്താറ്. വർക്ക് കൂടുതലുണ്ടാകുന്ന സമയങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ലായിരുന്നു. ഞാനിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഡേയ്സൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് നല്ല മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. യൂട്യൂബിലേക്ക് വീഡിയോസ് ഇടാൻ എന്നതിനേക്കാളും ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിരിക്കുന്നുണ്ട് എന്നതാണ് എനിക്കിതിൽ തോന്നുന്ന വലിയൊരു മാറ്റം. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്രീം ഉണ്ടല്ലോ, ഇത് ഞാൻ ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായി വാങ്ങിയിട്ട്. 2027 ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നുള്ളത്. ഒരു സമയത്ത് യൂട്യൂബിലൊക്കെ കത്തി നിന്നിട്ടുണ്ടായിരുന്ന കോസാക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ ക്രീമാണിത്. അപ്പോഴത്തെ ആവേശത്തിന് കയറി വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് സാധാരണ ഇതുപോലത്തെ എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയെങ്കിൽ 1-2 ആഴ്ച വരെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആവേശം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ സൈഡാവാറാണ് പതിവ്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് പ്രസൻറ്റബിൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു ശീലാക്കി എടുത്താലോ എന്നാണ്. കാരണം ഇങ്ങനെ ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന പോലെ. ആദ്യമൊക്കെ എനിക്ക് ഈ ലോങ് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര മടുപ്പായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ട പോലെ, അല്ലെങ്കിൽ എനിക്കതൊരു സെറ്റാവാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് ഈ ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഈ ഷോർട്സും റീൽസൊക്കെ ചെയ്യുമ്പം 1 മിനിറ്റിൽ ഒതുങ്ങുന്ന പോലെ കാര്യങ്ങൾ അത്രയും ചുരുക്കിയിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ
പറയുന്നത് ഒഴിവാക്കേണ്ടി വരും. ഇതാകുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വൈഡായിട്ട് സംസാരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ നല്ല മടുപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ചെയ്തു വരുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോണ്ടൻറ്റ്സ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതൊക്കെയും ഞാനൊരു ബിഗിനിങ് സ്റ്റേജിൽ എന്നെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബെറ്ററാക്കി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇനീഷ്യലി ഞാൻ ഈ ഒരു ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസും ഇൻഫോർമേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കാര്യമായിട്ട് വർക്ക് ചെയ്യാനിരിക്കണം. ഇപ്പം ഞാൻ ഈ ആർട്ട് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട് തന്നെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. ഡെയിലി ഞാനൊരു 5 മിനിറ്റ്സ് എങ്കിലും, സമയം തീരെ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്കതൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചെറിയൊരു സമയമെങ്കിലും അതിനുവേണ്ടി മാറ്റി വെക്കാതിരുന്നെങ്കിൽ നമുക്കത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എൻ്റേതായിട്ടുള്ളൊരു വർക്ക് സ്പേസ് ഒരു കോർണറിൽ സെറ്റ് ചെയ്തത് ആ ഒരു കൺസിസ്റ്റൻസി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ടേബിളിൻ്റെ മേലെ ഉറപ്പായിട്ടും എനിക്ക് കൈ എത്തുന്ന സ്ഥലത്ത് തന്നെ ബ്രഷസ് ഉണ്ടാവും, പെൻസിൽസ് ഉണ്ടാവും, കളർ പെൻസ് ഉണ്ടാവും. ബ്രഷുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ ടേബിളിൻ്റെ മുകളിൽ എപ്പോഴും ഒരു കണ്ടെയ്നറിൽ, ഒരു ഗ്ലാസ് ജാറിൽ വെള്ളം അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഏത് സമയത്തും നമുക്ക് വന്നിരുന്നു കഴിഞ്ഞെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നും. അത് ചെറിയൊരു 5 മിനിറ്റ് സമയമാണെങ്കിലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വെച്ച് നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങുന്നതിനേക്കാളും ഇതൊക്കെ നമ്മൾ കയ്യെത്തുന്ന സ്ഥലത്ത് ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു വരയ്ക്കാനുള്ള അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം മാത്രമേ നമ്മൾ കണ്ടെത്താനുള്ളൂ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പേർപ്പസ്ഫുള്ളി അതൊക്കെ എൻ്റെ ടേബിളിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുറച്ചൊരു 5 മിനിറ്റ് എങ്കിലും ഇരുന്നിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാം. എനിക്ക് പെയിൻറ്റ് ചെയ്യാം, സ്കെച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആർട്ട് ഒരു ഹാബിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആവും. എനിക്കും ഇനീഷ്യലി നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇതൊരു ശീലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സ്കെച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങി, ആർട്ട് സപ്ലൈസ് ഒരുപാട് വാങ്ങി. പക്ഷെ ഒന്നിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടാന്നല്ലാണ്ട് ഞാനതിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല, സമയമൊന്നും കണ്ടെത്താറുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഞാൻ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് അവിടെ കൂടുതലും സമയം ഞാൻ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. വറി സ്റ്റോൺസ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള വർക്ക്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതൊരു എക്സ്പെരിമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഒരു പരീക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുകയാണ്. ചിലപ്പോൾ ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. എനിക്ക് എൻ്റേതായ മൈൻഡിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റേതായ ഇഷ്ടത്തിൽ തോന്നിയ കുറച്ച് ഐഡിയാസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുള്ളത്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കാറാണ് പതിവ്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഇത് രാത്രിയിൽ അടുത്ത് തന്നെയുള്ളൊരു മാള് വരെ പോയതാണ്. ഒരു ഓർഡർ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അവിടുന്ന്. ഇന്നത്തെ ദിവസം അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയി. സ്കിപ്പ് ചെയ്യാതെ ഇതുവരെ വിശേഷങ്ങൾ കേട്ടിരുന്നവർക്ക് താങ്ക് യു സോ മച്ച്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. I don't know if I can find my way